എല്ലാ മേഖലകളിലും ഭാരതം വൻ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നതെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. സുഗത സൂക്ഷ്മവനം പരിപാടി എറണാകുളം വടുതല ചിന്മയ വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Enabling environment for all children. Esteemed Chief Guest, Honorable Minister Dr. L. Murugan, Minister of State, salutations, pranams, and I most respectfully and the first BJP leader from Kerala to become a governor. I extend a warm and cordial welcome to you, sir. Inspired Amma's word. So Amma Sugata Kumari, her thought is that everyone have to sipple a tree. Like our Prime Minister, Honorable Shri Narendra Modi last year launched a program. It's called A Paid Maa Ke Naam. That is, for our mother's name, we will have one plant. So how our Prime Minister Shri Narendra Modi is inspired to our Ammas, and our Prime Minister launched the program also. പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹ്യ സേവനത്തിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച സുഗതകുമാരിക്കുള്ള ആദരമാണ് സുഗത സൂക്ഷ്മവനം പരിപാടിയെന്ന് എൽ മുരുകൻ പറഞ്ഞു. ഒരു തൈ നടാം പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ നട്ടു. ഈ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച വിവിധ ഹരിത പദ്ധതികൾക്ക് കരുത്തേകുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രതിജ്ഞയെടുക്കാനും കേന്ദ്ര സഹമന്ത്രി ആഹ്വാനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വിവിധ പരിസ്ഥിതി സംരക്ഷണ പരിപാടികളെപ്പറ്റിയും അദ്ദേഹം വിശദീകരിച്ചു. എറണാകുളം വടുതല ചിന്മയ വിദ്യാലയത്തിൽ നടപ്പാക്കുന്ന റോഡ് സേഫ്റ്റി ക്ലബ്ബ് ഉദ്ഘാടനവും എൽ മുരുകൻ നിർവഹിച്ചു. സുഗതകുമാരിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉദ്യമമാണ് സുഗത സൂക്ഷ്മ വനം പരിപാടിയിലൂടെ നടപ്പിലാക്കി വരുന്നതെന്ന് സുഗത നവതി സെലിബ്രേഷൻ ചെയർമാൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഉറുമ്പിനെ നോവിക്കുന്നത് പോലും തന്നെ വെട്ടിക്കീറി മുറിക്കുന്നത് പോലെയാണ് അനുഭവത്തിൽ സുഗതകുമാരി അതിനെ കണ്ടത്. കാരണം പ്രകൃതിയെ മുഴുവൻ തന്നിൽ നിന്നും ഭിന്നമായിട്ടല്ല കണ്ടത്. പ്രകൃതി ഞാനാണ് പ്രകൃതി. രണ്ടും രണ്ടല്ലാത്തൊരവസ്ഥ. വാസ്തവത്തിലൊരു അദ്വൈതാനന്ദാനുഭൂതിയാണത്. കാവി ഉടുത്തില്ലെങ്കിലും ഋഷി മനസ്സായിരുന്നു സുഗതകുമാരിയുടേത്. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൈതൃക നടത്തം ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികൾ നടത്തുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു.